إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 54-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. യഹൂദരുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ചതാണ്. അം യഹ്സുദൂനന്നാസ്, ജനങ്ങളോട് അതല്ല അവർക്ക് ജനങ്ങളോട് അസൂയാണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മുസ്ലിമീങ്ങളോട് കടുത്ത അസൂയ വെച്ചു പുലർത്തിയവരായിരുന്നു യഹൂദർ. കാരണം അറബികളിൽ നിന്നുമാണ് പ്രവാചകൻ വന്നത്. അവർ പ്രതീക്ഷിച്ചത് ബനി ഇസ്രായേലുകളിൽ നിന്നും അന്യപ്രവാചകൻ വരുമെന്നായിരുന്നു. അത് സംഭവിക്കാത്തതിന്റെ പേരിൽ അവർക്ക് കടുത്ത അസൂയ അറബികളോടുണ്ടായിരുന്നു, മുസ്ലിമീങ്ങളോടുണ്ടായിരുന്നു. അതാണ് അല്ലാഹു തആല ഇവിടെ വിശദീകരിക്കുന്നത്. അം യഹ്സുദൂനന്നാസ, അത് ജനങ്ങളോട് അവർക്ക് അസൂയാണോ? അലാമാ ആതാഹുമുല്ലാഹു, ആ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയതിന്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയ വലിയ അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചാണ്. ആ മുഅ്മിനീങ്ങൾക്ക് പ്രവാചകത്വ പദവി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ യഹൂദർക്ക് അവരോട് അസൂയാണോ എന്നാണല്ലോ ചോദിക്കുന്നത്. മിൻ ഫളിലിഹി, അവന്റെ ആ അനുഗ്രഹത്തിൽ നിന്നും അല്ലാഹു നൽകിയതിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. ഫഖദ് ആതൈന ആല ഇബ്രാഹിമ, ഫഖദ് ആതൈന, നാം നൽകിയിട്ടുണ്ട്, ആല ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അൽ കിതാബ, വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വൽ ഹിക്മത, അതുപോലെ മതവിജ്ഞാനവും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. വ ആതൈനാഹും മുൽക, അവർക്ക് നാം രാജാധികാരവും നൽകിയിട്ടുണ്ടായിരുന്നു. അലീമൻ, വലിയ മഹത്തായ രാജാധികാരം. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ ബനി ഇസ്രായേലുകളിൽപ്പെട്ട യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും നാം വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അവരിൽ പലർക്കും നാം രാജാധികാരം നൽകിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെയും സത്യമാർഗത്തിൽ നിലകൊണ്ടവരായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താണ് ഈ പിന്തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ അകത്തുള്ളത്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.